എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേക്ക് മമ്മിയും പപ്പയും ആരും പോയിട്ടില്ല. അപ്പോൾ എന്നാ ചെയ്യണ്ടേന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കാൻ പറഞ്ഞ് ഇൻസ്റ്റഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പം എനിക്ക് ഇവിടെ വിമാനനഗറിൽ പൂനെയുടെ വിമാനനഗറിൽ പെറ്റ് കഫേ എന്ന് പറഞ്ഞൊരു കഫേ ഉണ്ട്. അവിടെ എന്ന് വെച്ചാൽ നമ്മളെ പെറ്റ്സിനെല്ലാവരും കൊണ്ടുപോയിട്ട് അവർക്ക് ഫുഡ് കൊടുക്കും, നമ്മൾ ഫുഡ് കഴിക്കും, നമ്മൾ അവർ എൻജോയ് ഡോഗ് ലവേഴ്സിന് അടിപൊളി സ്ഥലമാണ് പറഞ്ഞ് കേട്ടത്. അവിടെ പോവാം. അപ്പോൾ കുക്കി റെഡിയായി പോവാൻ വേണ്ടിയിട്ട് അപ്പോൾ കുക്കിംഗ് റെഡി ടു ഗോ. പിന്നെ നമ്മൾ വൈകുന്നേരം 6 മണിയാകുമ്പോൾ തുടങ്ങും. ഇപ്പം തന്നെ 5:45 ലേറ്റായി അവിടെ തുടങ്ങും. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ അവിടെ ഒരു ഇത് വന്നിരുന്നു. അവിടെ സ്നിക് ബി എന്ന് പറഞ്ഞിട്ട് ഒരു എന്താ പറയുക ഒരു ഡോഗ്സിൻ്റെ ഇത് അസോസിയേഷൻ എന്തോ പ്രോഗ്രാം നടത്തുന്നുണ്ട്. അപ്പോൾ ഫ്രീ നെയിൽ ക്ലിപ്പിംഗ് അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഫ്രീ ആയിട്ടും പിന്നെ കുറച്ച് ഗെയിംസും പിന്നെ പൈസ കുറഞ്ഞിട്ട് ഇങ്ങനെ അവിടെ നോർമലി കവറിങ് ചാർജ് 500 റുപ്പീസാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ത്രൂ പോയതുകൊണ്ട് രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് 50 റുപ്പീസ് പെർ ഹെഡ് കവറിങ് ചാർജ് അങ്ങനെ അങ്ങനെ പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ എന്തായാലും അമ്മ പപ്പയൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ വെച്ചു എൻ്റെ ഈ പ്രാവശ്യത്തെ 22nd ബർത്ത്ഡേ കുക്കിക്ക് വേണ്ടിയിട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് പോയിട്ട് എല്ലാ വിശേഷങ്ങളും കാണാം. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ. പോവാ ബാ കുക്കി പോവാലോ. ബാ ബാ അങ്ങനെ ഞാനും കുക്കിയും എൻ്റെ ഫ്രണ്ടും കൂടി അവിടത്തേക്ക് പോലായി. ഓക്കെ, നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ട്, ഒരു 15 കിലോമീറ്ററിനെക്കാളും കൂടുതലുണ്ടാവുമായിരിക്കും. ഓക്കെ, നമ്മൾ ഫൈനലി അവിടെ പോയി. നമ്മൾ സ്കൂട്ടിയിലാണ് പോയി കുക്കിനും കൂട്ടിയിട്ട്. ഫസ്റ്റ് ടൈം അന്ന് കുക്കി ഇങ്ങനെ പുറത്ത് പോകുന്നതും എല്ലാം. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമാവും, കാരണം നമ്മളെല്ലാ സാറ്റർഡേ സൺഡേ എല്ലാം കറങ്ങാൻ പോവും എല്ലാം ചെയ്യും. പക്ഷേ കുക്കി ഇതുവരെ പുറത്ത് പോലും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ കുക്കിക്ക് വേണ്ടിയിട്ട് അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫൈനലി എത്തി. ദ പെറ്റ് കഫേ ആണ് കഫേൻ്റെ പേര്. അത് പൂനെയിൽ വിമാനനഗറിലാണ്. ഓക്കെ, ഇഫ് എനി വൺ വോണ്ട് ടു ഗോ ദെയർ ഡെഫിനറ്റ്ലി യു ഷുഡ് ഗോ. നമ്മൾ പ്രോഗ്രാമെല്ലാം സ്റ്റാർട്ട് ആവുന്നേ ഉണ്ടായിരുന്നു നമ്മുടെ നിന്ന് വരുമ്പം. പക്ഷെ കുക്കി അവിടെ പോയതിന് ശേഷം കുക്കി ഭയങ്കര പേടിച്ച് എന്നെ എടുക്കുക പറഞ്ഞിട്ട് ലാസ്റ്റ് എൻ്റെ ഫ്രണ്ട് കുക്കീനെ എടുത്ത് അവിടെ കുറഞ്ഞ് കുഞ്ഞു ക്യൂട്ട് പപ്പികളെല്ലാം ഉണ്ടായിരുന്നു. നല്ല ക്യൂട്ടായിട്ട് അവർ കുറേ സാധനമൊക്കെ വെക്കാൻ വെച്ചിരുന്നു. ഡ്രസ്സ് നോക്കിയാട്ടെ അവർക്ക് വേണ്ടിയിട്ട് ഡ്രസ്സാണത്. ഡ്രസ്സും ടോയ്സും അതും ഇതെല്ലാം കുറേ ഡോഗ്സ് ഉണ്ടായിരുന്നു അവിടെ. ഷിഡ്സു അതിന് മെയിൻ ഉണ്ടായത്. ഷിഡ്സു, ടോയ് പൊമേരിയൻ, പിന്നെ ലാബ്രഡോർ, പിന്നെ നമ്മളെ ഗോൾഡൻ റിട്രൈവർ, പിന്നെ നമ്മളെ ജർമ്മൻ ഷെപ്പേർഡ്, അങ്ങനെ കുറേ ഉണ്ടായിനി. അപ്പോൾ ഇതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോർമലി ഇതിൻ്റെ കവറേജ് പ്രൈസ് 500 റുപ്പീസ്, അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ഈ ഒരു ഇവൻറ്റിൻ്റെ കൂടെ പോയതുകൊണ്ട് 350 റുപ്പീസ് പെർ ഹെഡായിട്ടാണ് കവറേജ് ചാർജ്. അത് കൂടാണ്ട് 99 റുപ്പീസ് ഇവരെ രജിസ്ട്രേഷൻ ഫീസും. അപ്പോൾ ആ 700 റുപ്പീസ് അവർക്ക് കൊടുത്താൽ നമുക്ക് ആ 700 റുപ്പീസിൽ നമുക്ക് എന്ത് ഫുഡ് വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ നമ്മളവിടെ 700 റുപ്പീസ് കൊടുത്തിട്ട് നമ്മളവിടെ നിന്ന് കുറച്ച് ഫുഡും കുക്കിങ്ങും ഫുഡെല്ലാം കൊടുത്ത് നമുക്ക് അതിനെ ശേഷം എല്ലാം കാണാം കേട്ടോ. Close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we'll go, through the wastelands, through the highways, till my shadow turns to sun rays. And on we'll go, through the wastelands, through the highways. And on we'll go.
life along the way, melodies we haven't played. No, I don't want no rest, echoing around these walls, fighting to create a song. I don't wanna miss a beat, and on we'll go, through the wastelands, through the highways, till my shadow turns to sun rays. And on we'll go, through the wastelands, through the highways, and on we'll go. And we'll grow in number, fueled by them to see the horizon, turn us to thousands. And we'll grow. അങ്ങനെ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ അടിപൊളിയായിട്ട് ആഘോഷിച്ചു. ഞാൻ ഓൾറെഡി അവരോട് കോൺടാക്ട് ചെയ്തായിരുന്നു. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അവർ ഒരു ചെറിയ സർപ്രൈസ് എനിക്ക് റെഡിയാക്കി. അപ്പോൾ താങ്ക് യു എവ്രി വൺ ഫോർ സപ്പോർട്ടിങ് മീ ആൻഡ് സെലിബ്രേറ്റിംഗ് മൈ ബർത്ത്ഡേ. താങ്ക് യു സോ മച്ച്. ബൈ, ടേക്ക് കെയർ, ലവ് യു.